4 വർഷവും കഴിഞ്ഞു സ്കൂൾ ആരംഭിച്ചിട്ട്. അല്ല, നമ്മൾ 2 ടീച്ചേഴ്സ്, 2 ആയമാർ, ഒരു ഡ്രൈവർ, ഒരാളാണ്. അല്ല, ഈ ഏരിയ മാത്രമല്ല, പുല്ലൂർപ്പേര ഗ്രാമപഞ്ചായത്ത് കൂടാതെ തൊട്ടടുത്ത പഞ്ചായത്ത് നിന്നുണ്ട്. കുണ്ടംകുഴി ഭാഗത്തുനിന്ന് കുട്ടികൾ വരുന്നുണ്ട്, കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ നിന്നുണ്ട്, പിന്നെ ഉള്ളത് പുതുമ ഭാഗത്തു നിന്നുണ്ട്, പള്ളിക്കര പഞ്ചായത്തിൻ്റെ കുട്ടികളുണ്ട്. അവരൊക്കെ ഇൻഡിവിജ്വൽ, അതായത് റിക്ഷക്കാർ അങ്ങനെയാണ് വരുന്നത്. പുല്ലൂർപ്പേര ഗ്രാമപഞ്ചായത്തിലത്തെ കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ട് ബസ് പോകുന്നുണ്ട്, അതിർത്തി വരെ പോകും പഞ്ചായത്തിൻ്റെ. ഏറ്റവും നമുക്ക് സുഗേഷിനെ പോലെ കുറേ കുട്ടികൾ വീട്ടിൽ ഉണ്ട്. നമ്മുടെ ഇവിടെ അഡ്മിഷനുള്ള കുട്ടികൾ കുറച്ച് കുട്ടികളുണ്ട്. അതായത് 50ഓളം കുട്ടികളെ ഇപ്പോൾ ഡെയിലി വരുന്നില്ലോ. ബാക്കി 100 ചില്ലറ കുട്ടികൾ അഡ്മിഷനിലുണ്ട്, 115ഓളം കുട്ടികളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവർ വരാത്തത് നമുക്ക് ബിൽഡ് ഫെസിലിറ്റി ആയിട്ടില്ല, പിന്നെ വാഹന സൗകര്യം ഇല്ല. അതുകൊണ്ട് മാത്രമാണ് അവർ വരാത്തത്. അല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ വരും. പിന്നെ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇപ്പോൾ ബിൽഡ് ഫെസിലിറ്റി തുടങ്ങുന്നുണ്ട്, അതിൻ്റെ ടെൻഡർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല കൊട്ടേഷൻ കാര്യമെല്ലാം റെഡിയായി. ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ ബിൽഡിംഗ് സക്സസ്ഫുൾ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നബാർഡിൻ്റെ ബിൽഡിങ്ങാണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കുട്ടികളൊക്കെ മഹാത്മാ ബഡ്സിൻ്റെ മഹാഭാഗ്യം എന്ന് പറയുന്നത് പുല്ലൂർപ്പേര് പഞ്ചായത്തും സി കെ അരവിന്ദൻ പോലുള്ള പ്രസിഡന്റിൻ്റെ ഒരു സഹായമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു അധ്യാപികനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് സപ്പോർട്ട് ചെയ്യാൻ കെയർ ചെയ്യാൻ ആൾക്കാർ വേണം. അതിന് പുല്ലൂർപ്പേര ഗ്രാമപഞ്ചായത്ത് നിർണായകമായ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മലയാള മനോരമ നല്ല പാഠത്തിൽ 156 സ്കൂൾ മത്സരിച്ചതിൽ 9ാം സ്ഥാനം മഹാത്മാ ബഡ്സിനുണ്ട്. മാത്രമല്ല വികലാംഗ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സിന് ഇപ്പോൾ 3 വർഷമായിട്ട് ബഡ്സ് സ്കൂളിലാണ് 2ാം സ്ഥാനം. കലാപരമായും കായികപരമായിട്ടും നമ്മുടെ സ്കൂൾ മുന്നേറുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൃഷ്ണസേന അവരുടെയും നിർണായക സഹായ സഹകരണം നമുക്കുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു ഇതിൻ്റെ ഫലമായിട്ടാണ് സക്സസ്ഫുള്ളായിട്ട് മാറുന്നത്.